ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 ഡയമെൻഷണൽ അറേ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് 1 ഡയമെൻഷണൽ അറേനെ കുറിച്ചായിരുന്നു. അത് എങ്ങനെ റീഡ് ചെയ്യാം, പ്രിന്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അടുത്ത ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 ഡയമെൻഷണൽ അറേനെ കുറിച്ചാണ്. അപ്പോൾ 1 ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിൽ ഒരേ ടൈപ്പിലുള്ള എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ് അറേ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇതെല്ലാം ഒരു ഇന്റിജർ അറേയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്റിജർ അറേയുടെ പേരാണ് മാർക്സ് എന്നുള്ളത്. അതിനകത്ത് 5 എലമെന്റ്സ് ഉണ്ട്. മാർക്ക് ഓഫ് 0 ഫസ്റ്റ് എലമെന്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. മാർക്ക് ഓഫ് 1 സെക്കൻഡ് എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറേ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും 0-യിലായിരിക്കും. അപ്പോൾ മാർക്സ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിന്റെ അകത്ത് ഒരു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എലമെന്റിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് 5 എലമെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു അറേയിൽ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് അറേ ഇൻഡെക്സ് റേഞ്ച് വരുന്നത് 0 to n-1, അതായത് 0 to 4 വരെ ആയിരിക്കും വരുന്നത് നമ്മുടെ ഈ കേസിൽ. അപ്പം ഇതൊരു സിംഗിൾ ഡയമെൻഷണൽ അറേയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് 2 ഡയമെൻഷണൽ അറേനെ കുറിച്ചാണ്. 2 ഡയമെൻഷണൽ അറേ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് മെട്രിക്സ്. മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് നമ്മൾ ജനറൽ ആയിട്ട് പറയും. അതിന്റെ സിംപ്ലസ്റ്റ് ഫോമാണ് 2 ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. അപ്പം 2 ഡയമെൻഷണൽ അറേ നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് 1 ഡയമെൻഷണൽ അറേ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഇതൊരു 1 ഡയമെൻഷണൽ അറേയാണ്, ഇതൊരു 1 ഡയമെൻഷണൽ അറേയാണ്, ഇതൊരു 1 ഡയമെൻഷണൽ അറേയാണ്. 3 1 ഡയമെൻഷണൽ അറേ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇതൊരു 1 ഡയമെൻഷണൽ അറേ, ഇതൊരു 1 ഡയമെൻഷണൽ അറേ, ഇത് വേറൊരെണ്ണം, ഇത് അടുത്തത്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് 1 ഡയമെൻഷണൽ അറേയുടെ ഒരു കളക്ഷൻ വേണമെങ്കിലും നമുക്ക് 2 ഡയമെൻഷണൽ അറേനെ കുറിച്ച് പറയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ 2 ഡയമെൻഷണൽ അറേ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ മെട്രിക്സിനെ കൊണ്ടുവരിക. മെട്രിക്സ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ പ്രോഗ്രാം പഠിക്കാൻ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി നമുക്കറിയാം ഇതിൻ്റെ അകത്ത് ഓരോ എലമെന്റിനെ സ്റ്റോർ ചെയ്യുന്ന രീതി. നമ്മൾ മെട്രിക്സിൽ അല്ലെങ്കിൽ ഒരു ടേബിളിൽ റോയും ഉണ്ടാകും, കോളം ഉണ്ടാകും. ഇവിടെ റോ 0 ഫസ്റ്റ് റോ ആണ്. നമ്മൾ ഇവിടെയും 2 ഡയമെൻഷണൽ അറേയിലും ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-യിലാണ്. അതുകൊണ്ടാണ് നമ്മൾ റോ 1 എഴുതാതെ റോ 0 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ റോ 0, സെക്കൻഡ് റോ വന്ന് കഴിയുമ്പോൾ റോ 1, മൂന്നാമത്തെ റോ വന്ന് കഴിയുമ്പോൾ റോ 2 എന്ന് നമ്മൾ പറയും. ഇനി ആ കോളവും അതേപോലെ തന്നെ. ഇത് കോളം 0, കോളം 1, കോളം 2, കോളം 3, ഈ രീതിയിൽ നമ്മൾ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യും. ഒരു പർട്ടിക്കുലർ എലമെന്റിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോം എന്ന് പറയുന്നത് A(i)j. ഇവിടെ A എന്ന് പറയുന്നത് അറേയുടെ പേരാണ്. നമ്മുടെ 2 ഡയമെൻഷണൽ അറേക്ക് 2D അറേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് A എന്ന് പറയുന്നത്. ബ്രാക്കറ്റ് ഇട്ടിട്ട് i വാല്യൂ പറയുക, പിന്നെ ഒരു ബ്രാക്കറ്റിൽ j വാല്യൂ പറയുക. i വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് ഏത് റോയിലെ എലമെന്റ് ആണെന്നാണ്. j വാല്യൂ പറയുന്നത് അത് ഏത് കോളത്തിലെ എലമെന്റ് ആണെന്നാണ് j വാല്യൂ പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. A(0, 0). A(0, 0)യില് i യുടെ വാല്യൂ 0. i യുടെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ അത് റോയിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പം 0 എന്നുള്ള ഈ 0 ഇൻഡെക്സ് ആയിട്ടുള്ള റോ. അടുത്തത് 1, അടുത്തത് 0. അത് ജെയുടെ വാല്യൂ ആണ്. ജെയുടെ വാല്യൂ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ റെപ്രസെന്റ് ചെയ്യുന്നത് കോളത്തിനെയാണ്. അപ്പം ജെയുടെ വാല്യൂ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളം 0-നെയാണ് അത് കാണിക്കുന്നത്. അപ്പം കോളം 0-യിലും റോ 0-യും ആയിട്ടുള്ള എലമെന്റ് അതാണ് A(0, 0). ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ, ആദ്യത്തെ വാല്യൂ ഐയുടെ വാല്യൂ 0. അപ്പം റോ 0, ജെയുടെ വാല്യൂ 1 ആണ് ഇവിടെ. അപ്പം കോളം 1, റോ 1-ല് കോളം 1, ഇതിന്റെ ഇന്റർസെക്ഷനിൽ വരുന്ന എലമെന്റ് ആണ് A(0, 0) എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ഓരോ എലമെന്റിനെയായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതിന് ഉള്ള ഒരു ഫോം എന്ന് പറയുന്നത്. അപ്പം ഇനി അടുത്തത് അറേ ഡിക്ലറേഷനെ കുറിച്ചാണ്. അപ്പൊ നമുക്കറിയാം ഏതൊരു വേരിയബിൾ ആണെങ്കിലും നമ്മൾ C പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് ഡിക്ലെയർ ചെയ്തിരിക്കണം. ഇവിടെ 2 ഡയമെൻഷണൽ അറേയുടെ കേസിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ജനറൽ സിന്റാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് പറയണം? ടൈപ്പ് പറയണം. ഇന്റ് ഏത് ടൈപ്പിലുള്ള എലമെന്റ്സ് ആണ് നമ്മുടെ 2D അറേയിൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നതെന്ന് പറയണം. ഇത് നമുക്കറിയാം ഒരേ ടൈപ്പിലുള്ള എലമെന്റ്സ് മാത്രമേ നമുക്ക് അറേയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു റോയില് ഇന്റീജർ, ഒരു റോയില് ഫ്ലോട്ട്, ഒരു റോയില് ക്യാരക്ടർ, ഈ രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ടൈപ്പ് ആദ്യമേ തന്നെ പറയുക. ഏത് ടൈപ്പാണ്? ഇന്റീജർ എങ്കിൽ ഇന്റീജർ, ഫ്ലോട്ട് എങ്കിൽ ഫ്ലോട്ട് എന്ന് പറയാം.
രണ്ടാമത് പറയേണ്ട കാര്യം അരേ നെയിം ആണ്. ഇവിടെ അരേ നെയിം എന്ന് പറയുന്നത് 2 ഡയമണ്ട് എന്നാണ് ഇവർ കൊടുത്തിരിക്കുന്ന നമ്മുടെ എക്സാമ്പിളിൽ നമ്മൾ അരേക്ക് എടുത്തിരിക്കുന്ന പേര്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് റോസും പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് കോളംസും, അത് കഴിഞ്ഞിട്ട് ഒരു സെമിക്കോളൻ. അപ്പം നമ്പർ ഓഫ് 4 is the number of rows and 3 is the number of columns എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അരയിൽ മെട്രിക്സിൽ മാക്സിമം 2 ഡയമെൻഷണൽ അരയിൽ മാക്സിമം 4 റോസ് വരെ വരാം, മാക്സിമം 3 കോളം വരെ വരാം. ഇത്രയും നമുക്ക് മെമ്മറിയിൽ സ്പേസ് നമുക്ക് റിസർവ് ചെയ്ത് കിട്ടും. പക്ഷെ നമുക്കത് മുഴുവൻ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. മാക്സിമം നമുക്ക് ഇത്ര സ്പേസ് മാത്രം യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഇനീഷ്യലൈസിങ് 2 ഡയമെൻഷണൽ അരേ. ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇനീഷ്യൽ വാല്യൂസ് നമുക്കറിയാം. അരയിൽ ഓരോ സെല്ലിലും എന്ത് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യേണ്ടത്, ഓരോ പൊസിഷനിലും ഏത് വാല്യൂ ആണ് അരയിൽ സ്റ്റോർ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാമെങ്കിൽ അരേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അരയിൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാനും നമുക്ക് പറ്റും. അതിനാണ് നമ്മൾ അരേ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അരേ ഇനീഷ്യലൈസേഷന്റെ കേസിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കുക, കോമൺ ആയിട്ടൊരു ബ്രാക്കറ്റ് എടുക്കുക, അതിൻ്റെ അകത്ത് ഓരോ റോയിലെ എലമെന്റ്സ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ബ്രാക്കറ്റിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഇത് ഇൻറ്റീജർ അരയാണ്. അപ്പം ഇൻറ്റീജർ എലമെന്റ് മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എ എന്ന് പറയുന്നത് അരയുടെ പേരാണ്. ഇതിൽ 3 റോസ് ഉണ്ട്, 4 കോളംസ് ഉണ്ട്. 3 റോസും 4 കോളംസും ഉള്ളതുകൊണ്ട് 3 റോ. അപ്പൊ നമ്മൾ 3 സെറ്റ് വാല്യൂസ് കൊടുക്കുക. ഇത് ഒരു റോയിലേക്കുള്ള വാല്യൂ, ഇത് അടുത്ത റോയിലേക്കുള്ള വാല്യൂ, ഇത് മൂന്നാമത്തെ റോയിലേക്കുള്ള വാല്യൂ. ഇനി ആദ്യത്തെ റോ എടുക്കുക. ആദ്യത്തെ റോയില് 4 കോളംസ് ഉണ്ട്, അപ്പൊ 4 വാല്യൂസ് വരുന്നുണ്ട്. ഒരു എക്സാമ്പിൾ നമ്മൾ ഇവിടെ നോക്കുക. ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നമ്മളിപ്പോ ഈ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ഇവിടെ 3 റോസ് ഉണ്ട്. 1 2 3 3 റോ ഉണ്ട്, 4 കോളംസ് വരുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ റോയിൽ വരുന്ന എലമെന്റ് അതൊരു ബ്രാക്കറ്റിന്റെ അകത്ത് ഒരു സെറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പറയുക. ആദ്യത്തെ റോ എടുത്തു, അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, 4 കോളം ഉണ്ട്. അപ്പൊ 4 കോളത്തിലെ വാല്യൂസ് കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് പറയുക. ഇവിടെ അത് തന്നെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ വാല്യൂ 0 ആണ്, അത് കോളം 0യിൽ സ്റ്റോർ ചെയ്യും. രണ്ടാമത്തെ വാല്യൂ 1 ആണ്, അത് കോളം 1ൽ സ്റ്റോർ ചെയ്യും. രണ്ടാമത്തെ വാല്യൂ 2 ആണ്, അത് കോളം 2ലേക്ക് സ്റ്റോർ ചെയ്തു. മൂന്നാമത്തെ വാല്യൂ 3 ആണ്, അത് കോളം 3ലേക്ക് സ്റ്റോർ ചെയ്തു. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് റോ 0യിലാണ്. ഇനി അതിന്റെ വാല്യൂ എല്ലാം കഴിഞ്ഞു, നമ്മളൊരു കോമ ഉപയോഗിച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്തു. അടുത്തത് നമ്മൾ എടുത്തു സെക്കൻഡ് റോ. അപ്പം ഇൻഡെക്സ് 1 ആയിട്ടുള്ള റോയുടെ കാര്യമാണ് നമ്മളിപ്പം പറയുന്നത്. ഇൻഡെക്സ് 1 ആയിട്ടുള്ള റോയിലേക്ക് വന്നു കഴിയുമ്പോൾ ആദ്യത്തെ കോളം, ഇപ്പൊ ഓരോ സെറ്റിലും എത്ര കോളം ഉണ്ടോ അത്ര എലമെന്റ്സ് കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ കോളത്തിൽ 4 സ്റ്റോർ ചെയ്തു, രണ്ടാമത്തെ കോളത്തിൽ 5 സ്റ്റോർ ചെയ്തു, മൂന്നാമത്തേൽ 6 സ്റ്റോർ ചെയ്തു, നാലാമത്തേൽ 7 സ്റ്റോർ ചെയ്തു. അതും കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തു. ഇനി ആ ഒരു റോയുടെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് മൂന്നാമത്തെ റോയിലേക്കാണ്. മൂന്നാമത്തെ റോയിൽ വന്നു കഴിയുമ്പോൾ 8 9 10 11 ഈ വാല്യൂസ് ഓരോ കോളത്തിലായിട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ ഇതാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. എത്ര റോസ് ഉണ്ടോ അത്രയും സെറ്റ് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ആക്സസിങ് 2 ഡയമെൻഷണൽ അരേ എലിമെന്റ്സ്. ഇപ്പൊ നമ്മൾ അരയിൽ എങ്ങനെ ഇനീഷ്യൽ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ അരേ എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അരയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ പ്രിന്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പൊ ഈ എക്സാമ്പിൾ നോക്കുക. ആദ്യം നമ്മൾ ജനറൽ സ്ട്രക്ചർ ഒക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. സ്ട്രക്ചർ നോക്കുക. ഹാഷിംഗിലൂടെ stdio.h കൊടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, മെയിൻ ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. മെയിൻ ഫംഗ്ഷന്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഇന്റ് നമുക്ക് വേണ്ട അരയിൽ 5 റോസും 2 കോളംസും വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇന്റ് ഡാറ്റ ടൈപ്പ് പറഞ്ഞു, സ്പേസ്, പിന്നെ അരേ നെയിം പറയുക, ബ്രാക്കറ്റിന്റെ അകത്ത് ആദ്യം എത്ര റോ വേണമെന്ന് പറയുക, 5 റോസ് വേണം, പിന്നെ രണ്ടാമത് എത്ര കോളം വേണമെന്ന് പറയുക, 2 കോളം വേണമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇനീഷ്യൽ വാല്യൂ അറിയാം. ഇനീഷ്യൽ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് മുഴുവൻ അരയിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ = സിമ്പിൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, കോമൺ ആയിട്ട് വരുന്ന ബ്രാക്കറ്റ് ആണ്. അത് കഴിഞ്ഞ് ഓരോ സെറ്റും, ഇപ്പൊ 5 റോ ഉണ്ട്, അപ്പം 5 സെറ്റ് വാല്യൂസ് കൊടുക്കുക. ഇത് ഒരെണ്ണം, ഇത് രണ്ടാമത്തെ സെറ്റ്, ഇത് മൂന്നാമത്തെ സെറ്റ്, ഇത് നാലാമത്തത്, ഇത് അഞ്ചാമത്തത്. 5 സെറ്റ് വാല്യൂസ് കൊടുക്കുക. ഓരോ റോയിലും 2 കോളം വെച്ചും വരുന്നുണ്ട്. അപ്പം ഒരു സെറ്റിൽ 2 വാല്യൂസ് എന്നുള്ള രീതിയിൽ നമ്മൾ അരയിൽ ഇനീഷ്യലൈസ് ചെയ്യാൻ നേരത്ത് പറഞ്ഞു കൊടുത്തു.
റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഫസ്റ്റ് റോയിൽ 0 0 ഉണ്ട്, സെക്കൻഡ് റോയിൽ 1 2 ഉണ്ട്, മൂന്നാമത്തെ റോയിൽ 2 4 ഉണ്ട്, നാലാമത്തെ റോയിൽ 3 6 ഉണ്ട്, അഞ്ചാമത്തെ റോയിൽ 4 8 ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അരി നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വാല്യൂസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി ഈ വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യണം? അരയുടെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത് പ്രിന്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് അറിയാം, 1 ഡയമെൻഷണൽ അരയുടെ കേസിൽ വാല്യൂസ് റീഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും നമ്മൾ ലൂപ്പ് യൂസ് ചെയ്തിരുന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക് നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് പോകേണ്ടത് കൊണ്ടാണ് നമ്മൾ ലൂപ്പ് യൂസ് ചെയ്തത്. ഇവിടെയും അത് തന്നെയാണ് നമ്മൾ ചെയ്തത്, ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒരു കാര്യമുണ്ട്, 2 ലൂപ്പുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നെസ്റ്റഡ് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു ലൂപ്പിന്റെ ഉള്ളിൽ ഇങ്ങനൊരു ലൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ ലൂപ്പ് ഓരോ റോയിലേക്കും പോയിന്റ് ചെയ്യും, രണ്ടാമത്തെ ലൂപ്പ് ഓരോ കോളത്തിലെ എലമെന്റ് ആയിട്ട് പ്രിന്റ് ചെയ്യും. അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ലൂപ്പ് ഐ വാല്യൂ നമ്മൾ ആദ്യമേ പറഞ്ഞു. ഐ വാല്യൂ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഐ വാല്യൂ കോളം ഇൻഡെക്സ് ആണ് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഐയുടെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പം ഇത് ആദ്യം ഏത് റോയിലേക്ക് പോയിന്റ് ചെയ്യും? റോ 0യിലേക്ക് ആദ്യം പോയിന്റ് ചെയ്തു. ഇനി അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിന്റെ ഉള്ളിലേക്ക് കയറി. ഒരു ലൂപ്പിന്റെ ഉള്ളിലേക്ക് കയറി വേറൊരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ലൂപ്പ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ അത് പുറത്തേക്ക് പോകത്തുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന എവിടെയാ? റോ 0യിലാണ് നമ്മൾ നിൽക്കുന്നത്. റോ 0യിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ജെ വാല്യൂ നമ്മൾ നോക്കണം. ആദ്യം ജെയുടെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പൊ ജെയുടെ വാല്യൂ 0 ആകുമ്പോൾ എന്ത് വരും? ജെ ഏത് വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നത്? കോളം ഇൻഡെക്സിനാണ് ജെ പറയുന്നത്. അപ്പം ജെയുടെ വാല്യൂ 0. ജെയുടെ വാല്യൂ 0, ഐയുടെ വാല്യൂ 0 എന്ന് പറയുമ്പോൾ ഏത് എലമെന്റ് ആണ്? റോ 0 കോളം 0യിൽ വരുന്ന എലമെന്റ് ആണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഏത് എലമെന്റ് ഉണ്ട്? 0 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്. അപ്പം എ ഓഫ് 0 0 0 0 എന്നുള്ള പൊസിഷനിൽ വരുന്ന എലമെന്റ് ഏതാണ്? 0 ആണ്. അതിന്റെ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യും. അതിവിടെ കാണിച്ചിട്ടുണ്ട്, ഇതാണ്ടോ? എ ഓഫ് 0 0യിൽ വരുന്ന വാല്യൂ 0 ആണ്. അത് നമ്മൾ ആദ്യം പ്രിന്റ് ചെയ്തു. ഇനി നമ്മൾ തിരിച്ച് ഈ ലൂപ്പിലേക്ക് പോകത്തില്ല. ഇന്നർ ലൂപ്പ് മുഴുവൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടേ നമ്മൾ ഔട്ടർ ലൂപ്പിലേക്ക് പോകത്തുള്ളൂ. ഇന്നർ ലൂപ്പിൽ ഇനി എന്ത് ചെയ്യണം? ജെയുടെ വാല്യൂ ഇപ്പൊ 0 ആണ്. അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ജെയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യണം. ഇൻക്രിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ ജെയുടെ വാല്യൂ ഇപ്പൊ എന്താകും? 1 ആകും. ഐയുടെ വാല്യൂവിന് ചേഞ്ച് ഒന്നുമില്ല. ഐയുടെ വാല്യൂ ഇപ്പോഴും 0യിൽ തന്നെയാണ് നിൽക്കുന്നത്. ഐയുടെ വാല്യൂ 0 ആണ്, ജെയുടെ വാല്യൂ 1 ആണ്. അപ്പം റോ 0 കോളം 1, അത് ഏത് എലമെന്റ് ആണ്? 0 ആണ്. അപ്പം എ ഓഫ് 0 1 എന്നുള്ള പൊസിഷനിലുള്ള എലമെന്റ് നമ്മൾ പ്രിന്റ് ചെയ്യും, അത് 0 ആണ്. ഇനി നമ്മൾ ജെയുടെ വാല്യൂ ഒന്നും കൂടി ഇൻക്രിമെന്റ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? ലെസ് ദാൻ 2 പറഞ്ഞിട്ടുള്ളൂ, ഈക്വൽ ടു 2 നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ കണ്ടീഷൻ എന്ത് ചെയ്തു? അവിടെ ഒരു ഫോൾസ് കണ്ടീഷൻ വന്നു, നമ്മൾ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. അപ്പം ഇത്ര മാത്രം ഓർത്താൽ മതി. ഒരു റോയിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഓരോ കോളത്തിലെയും വാല്യൂസ് പ്രിന്റ് ചെയ്യുന്നു. ഐ ഓരോ റോയിലേക്കും പോയിന്റ് ചെയ്യും, ജെ എന്ന് പറയുന്നത് ഓരോ കോളത്തിലേക്കും പോയിന്റ് ചെയ്തിരിക്കും. ഇത്ര മാത്രം നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കുക. അടുത്തത് ഐയുടെ വാല്യൂ 1 ആകും. ഇവിടെ ഇൻക്രിമെന്റ് ചെയ്തു, ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ഏത് പൊസിഷനിലേക്ക് വരും? റോ 1 എന്നുള്ള പൊസിഷനിലേക്ക് വരും. ഇവിടെ 0 1 ഒക്കെയാണ് നമ്മൾ ഐ എന്ന് പറയുന്നത്. ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ എന്താണ്? 1 ആണ്. ഐയുടെ വാല്യൂ ഇപ്പോഴത്തെ വാല്യൂ 1ൽ നിന്നുകൊണ്ട് നമ്മൾ ജെയുടെ വാല്യൂ ചേഞ്ച് ചെയ്യും. ജെയുടെ വാല്യൂ ആദ്യം എന്താണ്? 0 ആണ്. ആദ്യം 0 ആണെങ്കിൽ ഐയുടെ വാല്യൂ ഇപ്പോഴത്തെ വാല്യൂ 1 1 0 1 0 ഏത് എലമെന്റ് ആണ്? 1 ആണ്. 1 എന്നുള്ള എലമെന്റ് പ്രിന്റ് ചെയ്തു. ഈ അടുത്തത് ഐയുടെ വാല്യൂ 1 ആകും. സോറി, ജെയുടെ വാല്യൂ 1 ആകും. ജെയുടെ വാല്യൂ 1 ആയി കഴിയുമ്പോൾ റോയുടെ വാല്യൂ ഇപ്പോഴും ഐയുടെ വാല്യൂ ഇപ്പോഴും 1 തന്നെയാണ്. 1 1 1 1 എന്നുള്ള പൊസിഷനിൽ എന്തുണ്ട്? 2 ഉണ്ട്. 2 കൂടി പ്രിന്റ് ചെയ്തു. ഇനി ജെയുടെ വാല്യൂ 2 നമ്മൾ പ്രിന്റ് ചെയ്തില്ല, കാരണം ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ. 2 കോളം ഉണ്ടെങ്കിൽ പോലും ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ ആയതുകൊണ്ട് 0യും 1ഉം മാത്രമേ വരത്തുള്ളൂ. ഈക്വൽ ടു 2 എന്നൊരു കണ്ടീഷനിലേക്ക് നമ്മൾ പോകത്തില്ല. ഇനി ഈ റോയിലെ മുഴുവൻ വാല്യൂസ് നമ്മൾ പ്രിന്റ് ചെയ്തു. അത് അടുത്തത് എന്ത് ചെയ്തു? ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു 3i, സോറി 2i. 2i കഴിയുമ്പോഴേക്കും നമ്മൾ ഈ റോയിലേക്കാണ് അടുത്തത് പോയിന്റ് ചെയ്യുന്നത്. ഐ പോയിന്റ് ചെയ്യുന്നത് ഈ റോയിലേക്കാണ്. അപ്പൊ ഐയുടെ വാല്യൂ 2. അവിടെ നിന്നുകൊണ്ട് നമ്മൾ j is equal to 0. j is equal to, ഇത് ഫ്രഷ് ആയിട്ട് ഓരോ ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ജെയുടെ വാല്യൂ ഓരോ തവണയും 0യും 1ഉം ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ജെയുടെ വാല്യൂ 0 വരും. അപ്പം റോ 2 കോളം 0, റോ 2 കോളം 0 എന്നുള്ളത് ഈ പൊസിഷനിൽ. റോ 2 കോളം 0 വാല്യൂ 2 ആണ്. വാല്യൂ 2 പ്രിന്റ് ചെയ്യും. ഇനി അടുത്ത് കഴിഞ്ഞിട്ട് ഐയുടെ വാല്യൂ 2 തന്നെ, റോ 2 കോളം 1.
2ഉം 1ഉം ആവുമ്പോൾ ഇപ്പോഴത്തെ വാല്യൂ 4. അപ്പോൾ ഐയുടെ വാല്യൂ 2, ജെയുടെ വാല്യൂ 1. 2 1 പൊസിഷനിൽ കിടക്കുന്ന എലമെന്റ് 4 ആണ്. 4ന്റെ വാല്യൂ പ്രിന്റ് ചെയ്തു. അടുത്തത് ഇവിടെ ഇൻക്രിമെന്റ് ചെയ്തു. ഐയുടെ വാല്യൂ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. അടുത്ത വാല്യൂ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു. 3 വന്നു. നമ്മൾ ഈ പൊസിഷനിൽ നിന്നു. ഈ ഐയുടെ വാല്യൂ 3 എന്നുള്ള പൊസിഷനിൽ 3 എന്നുള്ള റോയിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അടുത്തത് ജെയുടെ വാല്യൂ 0 ആണ്. അപ്പം റോ 3 കോളം 0. അത് ഏത് എലമെന്റ് ആണ്? എ ഓഫ് 3 0. എ ഓഫ് 3 0 എന്നുള്ള എലമെന്റ് 3 ആണ്. അപ്പൊ നമ്മൾ എ ഓഫ് 3 0 എന്നുള്ള എലമെന്റ് 3 പ്രിന്റ് ചെയ്തു. അടുത്തത് ഐയുടെ വാല്യൂ 3 ആണ്. ജെയുടെ വാല്യൂ 1 ആകും. 3 1 എന്നുള്ള എലമെന്റ് പൊസിഷനിൽ 6 ആണ് എലമെന്റ് കിടക്കുന്നത്. അപ്പം 3 1 എലമെന്റ് 6. അപ്പം 3 1 എന്നുള്ള പൊസിഷനിൽ 6 എന്നുള്ള വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്തു. അടുത്തത് ഒരു റോയും കൂടി ബാക്കിയുണ്ട്. അപ്പം ഐയുടെ വാല്യൂ എന്താ? ഇൻക്രിമെന്റ് ചെയ്ത് 4 ആകും. 4 ആയി കഴിഞ്ഞിട്ട് 4ന്റെ അകത്ത് എന്ത് വരും? 4ഉം ജെയുടെ വാല്യൂ 0 ആണ്. ജെയുടെ വാല്യൂ 0 ആകുമ്പോൾ റോ 4 കോളം 0. അപ്പം എ ഓഫ് 4 0 എന്നുള്ള പൊസിഷനിൽ കിടക്കുന്ന എലമെന്റ് 4 ആണ്. 4 പ്രിന്റ് ചെയ്തു. അടുത്തത് 4 1 എന്നുള്ള പൊസിഷനിൽ കിടക്കുന്ന എലമെന്റ് 8 ആണ്. 8 പ്രിന്റ് ചെയ്തു. ഈ രീതിയിലാണ് നമ്മൾ അറേയിലെ എലമെന്റ്സിനെ ടു ഡയമെൻഷണൽ അറേയിലെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇത്ര മാത്രം ഓർത്തിരിക്കുക. അറേ പ്രിന്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നെസ്റ്റഡ് ലൂപ്പ് ആണ്. അതായത് ഒരു ലൂപ്പിന്റെ ഉള്ളിൽ തന്നെ ഇന്നൊരു ലൂപ്പും കൂടി വരും. ആദ്യത്തെ ലൂപ്പ് പോയിന്റ് ചെയ്തിരിക്കുന്നത് റോയിലേക്കും രണ്ടാമത്തെ ലൂപ്പ് പോയിന്റ് ചെയ്യുന്നത് കോളത്തിലേക്കും ആയിരിക്കുന്നു. ഓർത്തിരിക്കുക. എന്നിട്ട് ഒരു റോയിൽ നിന്നുകൊണ്ട് ആ കോളത്തിലെ വാല്യൂസ് മുഴുവൻ നമ്മൾ പ്രിന്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് അടുത്ത റോയിലേക്ക് വരും. ഒരു റോയിൽ നിന്നുകൊണ്ട് ജെയുടെ വാല്യൂ ചേഞ്ച് ചെയ്ത് നമ്മൾ ആ കോളത്തിലെ വാല്യൂസ് മുഴുവൻ പ്രിന്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ അടുത്ത റോയിലേക്ക് പോരും. ഈ രീതിയിലാണ് അറേയിലെ എലമെന്റ്സിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഓരോ കോളം വെച്ചിട്ടാണ്, ഓരോ കോളം വൈസ് ആണ് നമ്മൾ എലമെന്റ്സിനെ ആക്സസ് ചെയ്യുന്നത്. ഇത്ര മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.